മകളെ, നമ്മളെല്ലാവരും എവിടെയാണ് താമസിക്കുന്നത്? നമ്മുടെ വീട്ടിൽ, അല്ലേ? നമുക്ക് നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ആഹാരം, വെള്ളം, സുരക്ഷിതമായ സ്ഥലം എന്നിവയെല്ലാം നമ്മുടെ വീടിന് ചുറ്റുമുണ്ട് ഉണ്ടല്ലോ. ഇതുപോലെ പ്രകൃതിയിലെ ഓരോ ജീവിക്കും അതിന്റെ നിലനിൽപ്പിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അടങ്ങിയ ഒരു ചുറ്റുപാടുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ആവാസം, ഹാബിറ്റാറ്റ് എന്ന് വിളിക്കുന്നത്. വയൽ ഒരു ആവാസമാണ്. ഓക്കെ അല്ലേ? അതേപോലെ തന്നെ മക്കളുടെ വീടിനടുത്തുള്ള കാവോ അല്ലെങ്കിൽ കുളമോ അല്ലെങ്കിൽ തൊടിയോ നിരീക്ഷിക്കുക. എന്നിട്ട് അവിടെ ജീവനുള്ളവ എന്തൊക്കെയുണ്ട്, ജീവനില്ലാത്തവ എന്തൊക്കെയുണ്ടെന്ന് നിരീക്ഷിച്ച് എഴുതുക. ഓക്കെ അല്ലേ? ഇവിടെ ഒരു നിരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട്. നിരീക്ഷണക്കുറിപ്പ് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ സ്കൂളിലെ ജൈവവൈവിധ്യ ഉദ്യാനത്തിലെ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും അവിടെയുള്ള ജീവനുള്ളതും അല്ലാത്തതുമായ ഘടകങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുക. നിരീക്ഷണത്തിന്റെ ഉദ്ദേശം എന്തൊക്കെ സാമഗ്രികൾ നമുക്ക് വേണം? പേന വേണം, അതേപോലെ തന്നെ നോട്ട് ബുക്കും വേണ്ടേ? ഇനി നിരീക്ഷണ സാഹചര്യം. സ്ഥലം ഏതാണ്? സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനം. ഏകദേശം സമയം എത്രയാണ്? രാവിലെ ഒരു 10 മണിക്ക് നമ്മൾ സ്കൂളിൽ എത്തുന്ന സമയത്ത് അത് നിരീക്ഷിക്കും. ഓക്കെ, എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ? ഉദ്യാനത്തിലെ താഴെ പറയുന്ന ജീവനുള്ളതും അല്ലാത്തതുമായ ഘടകങ്ങളെ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ജീവനുള്ള ഘടകങ്ങൾ ഏതൊക്കെ എഴുതുക, ജീവനില്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് എഴുതുക. പൂച്ചെടികൾ, മരങ്ങൾ, തുമ്പികൾ, ശലഭങ്ങൾ, പുൽച്ചാടി, ചെറിയ ഉറുമ്പുകൾ ഇവയൊക്കെ എന്താണ്? ജീവനുള്ള ഘടകങ്ങളാണ്. ജീവനില്ലാത്ത ഘടകങ്ങളാണ് മണ്ണ്, സൂര്യപ്രകാശം, ജലം, വായു, കല്ലുകൾ. ഇതൊക്കെ എന്താണ്? ജീവനില്ലാത്ത ഘടകങ്ങളാണ്. നിഗമനം എന്താണ്? ഇതിൽ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഓരോ ജീവിക്കും അനുയോജ്യമായ നിലനിൽപ്പിന് ആവശ്യമായ ഘടകങ്ങൾ, ഭക്ഷണം ആയിക്കോട്ടെ, വായു ആയിക്കോട്ടെ, ആവാസം ആയിക്കോട്ടെ, ഈ ഉദ്യാനത്തിലുണ്ട്. ഓക്കെ, ജീവനുള്ള ഘടകങ്ങൾ അവയുടെ നിലനിൽപ്പിനായി ജീവനില്ലാത്ത ഘടകങ്ങളായ മണ്ണ്, വെള്ളം, സൂര്യപ്രകാശം എന്നിവയെ പൂർണ്ണമായും ആശ്രയിച്ചിരിക്കുന്നു. ഇത്തരം എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്ന ഈ ഉദ്യാനം ഒരു മികച്ച ആവാസ വ്യവസ്ഥയാണ്. കണ്ട, ഉദ്യാനം എന്തിനൊരു എക്സാമ്പിൾ ആണ്? ആവാസ വ്യവസ്ഥയ്ക്ക് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയല്ലോ. ഇനി ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് വിവിധ തരം ആവാസങ്ങൾ, ഡൈവേഴ്സിറ്റി ഓഫ് ഹാബിറ്റാറ്റ്സ്. എല്ലാ ജീവികളും ഒരേ സ്ഥലത്താണോ ജീവിക്കുന്നത്? അല്ല, അല്ലേ? ഓരോ ജീവിക്കും അനുയോജ്യമായ ആവാസങ്ങൾ വ്യത്യസ്തമാണ്. ആണല്ലോ. നമുക്ക് പുസ്തകത്തിലെ ചിത്രം നോക്കിയിട്ട് ഏതൊക്കെയാണ് ആവാസം ഉള്ളത് നോക്കാം. പുൽമേടുണ്ട്, മരുഭൂമിയുണ്ട്, കണ്ടൽ കാടുകളുണ്ട്, മഞ്ഞുപ്രദേശങ്ങളുണ്ട്. പുൽമേടുകൾ എങ്ങനത്തെ സ്ഥലങ്ങളെ പുൽമേടുകൾ നമ്മൾ പറയുന്നത്? വിശാലമായ പുല്ലുകൾ നിറഞ്ഞ പ്രദേശത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പുൽമേടുകൾ എന്ന് പറയുന്നത്. മരുഭൂമിയോ? മണൽ നിറഞ്ഞ വെള്ളം കുറഞ്ഞ പ്രദേശത്തിനെ നമ്മൾ എന്ത് പറയും? മരുഭൂമി എന്ന് പറയും. കണ്ടൽ കാടുകളോ? വെള്ളത്തിൽ നിൽക്കുന്ന പ്രത്യേകതരം കാടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കണ്ടൽ കാടുകൾ എന്ന് പറയുന്നത്. പിന്നെ എന്തുണ്ട്? മഞ്ഞു പ്രദേശങ്ങളുണ്ട്. എപ്പോഴും മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലം. നമ്മൾ മഞ്ഞുകരടി അല്ലെങ്കിൽ ആർട്ടിക് കുറുക്കലിനൊക്കെ താമസിക്കുന്ന സ്ഥലം ഏതാണ്? മഞ്ഞു പ്രദേശങ്ങൾ. ഇത്രയും മനസ്സിലായോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമുക്ക് എന്താണ് ഇവിടെ കാണിച്ചുള്ളത്? ഫുഡ് കാർഡ് ഉണ്ട്, ആഹാര കാർഡ്. ഓരോ ജീവിയും കഴിക്കുന്ന ആഹാരം വ്യത്യസ്തമാണ്. ആണല്ലോ. നമുക്ക് ചില ജീവികളുടെ ആഹാര രീതി നോക്കിയാലോ. കാക്ക എന്തിനൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്? ചെറിയ ജീവികളെ കഴിക്കും, പഴങ്ങൾ തിന്നും, ധാന്യങ്ങൾ തിന്നും, ഭക്ഷണാവശിഷ്ടങ്ങൾ കഴിക്കും, അല്ലെ? ആടോ പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ എന്നിവയാണ് മാത്രമാണ് കഴിക്കുന്നത്. ഓക്കെ, ഇനി എന്താ ഇവിടെ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത്? അതാണ് ആഹാര കാർഡ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഹാര കാർഡ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു കാക്കേന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ജീവി കാക്ക. അവർ കഴിക്കുന്ന ആഹാരം ചെറുജീവികൾ, പഴങ്ങൾ, ധാന്യങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, മൃതാവശിഷ്ടങ്ങൾ. ആടോ പുല്ല്, ഇലകൾ, ധാന്യങ്ങൾ. ഇതേപോലെ തന്നെ കുറച്ച് ജീവികൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തി അവർ കഴിക്കുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണെന്ന് കണ്ടെത്തിയിട്ട് ഒരു എന്തുണ്ടാവും? ആഹാര കാർഡ് തയ്യാറാക്കണം. ഒരു ഉദാഹരണം ടീച്ചർ പറഞ്ഞു തരാം. നമുക്ക് പശുവിനെ നോക്കാം. ഓക്കെ, പശു എന്താണ് കഴിക്കുന്നത്? ജീവി പശു. ആഹാരം പുല്ല്, വൈക്കോല്, പിണ്ണാക്ക്, പച്ചക്കറിന്റെ അവശിഷ്ടങ്ങൾ. പൂച്ചയോ? പാൽ, മീൻ, എലി, ചോറ്. ഓക്കെ, കോഴിയോ? പുഴുക്കൾ, ചെറിയ പ്രാണികൾ, ധാന്യങ്ങൾ. അപ്പൊ ഇങ്ങനെ ഓരോന്നിന്റെ ആഹാര കാർഡ് ഉണ്ടാക്കുക. ഓക്കെ, ഈ ആഹാര കാർഡ് നമുക്ക് നോക്കുന്ന സമയത്ത് അണ്ണാൻ്റെ ഒരു എക്സാമ്പിൾ. അണ്ണാൻ എന്ത് തിന്നും? പഴങ്ങൾ തിന്നും, അണ്ടിപ്പരിപ്പ് തിന്നും. ഓക്കെ, നമുക്ക് എന്താണ് ജീവികളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഈ ആഹാര കാർഡുകൾ നിരീക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ജീവികളെ മൂന്നായിട്ട് നിരീക്ഷിക്കാൻ പറ്റും, മൂന്നായിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് സസ്യാഹാരികൾ, ഹെർബിവോർസ്. രണ്ടാമത്തേതാണ് മാംസാഹാരികൾ, കാർണിവോർസ്. സർവാഹാരികൾ എന്ന് വെച്ചാൽ ഓംനിവോർസ്. ഓക്കെ, ഹെർബിവോർസ്, കാർണിവോർസ്, ഓംനിവോർസ്. സസ്യാഹാരികൾ എന്നാണ്? സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ആളാണ് സസ്യാഹാരികൾ. ഉദാഹരണം നമ്മൾ ഇതിൽ പശു പറഞ്ഞിട്ടുണ്ട്, ആട് പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? പശുവിന്റെ പുല്ല്, വൈക്കോൽ, പിണ്ണാക്ക്, പച്ചക്കറി അവശിഷ്ടങ്ങൾ ഒക്കെ എന്താണ്?
നമ്മളെ എന്താണ് സസ്യങ്ങളാണ് കഴിക്കുന്നത്. അപ്പോൾ അവരെന്ത് വിളിക്കും? സസ്യാഹാരികൾ. സസ്യങ്ങൾ മാത്രം കഴിക്കുന്ന ആൾക്കാരെ നമ്മൾ സസ്യാഹാരികൾ എന്ന് വിളിക്കും. അതിന് ഉദാഹരണമാണ് പശുവും ആടും. ഇനി മാംസാഹാരികളോ? മറ്റു ജീവികളെ കൊന്നു തിന്നുന്നവർ. മറ്റു ജീവികളെ കൊന്നു തിന്നുന്നവർ. ഉദാഹരണത്തിന് സിംഹം. സിംഹം മാൻ, കാട്ടുപോത്ത് ഇവരുടെ ഒക്കെ മാംസമാണ് കഴിക്കാറ്. സിംഹം, കടുവ, പുലി ഇവരൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? മാംസാഹാരികൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി സർവാഹാരികൾ എന്ന് വെച്ചാൽ എല്ലാം കഴിക്കുന്ന ആൾക്കാർ. സസ്യങ്ങളെയും കഴിക്കും മാംസവും കഴിക്കുന്ന ആൾക്കാർ. ഉദാഹരണത്തിന് കാക്ക. കാക്ക കഴിക്കുമല്ലോ, കാക്ക. രണ്ടാമത്താണ് കോഴി. കോഴി കഴിക്കുമല്ലോ. പിന്നെ ആരാണ്? മനുഷ്യൻ. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ജീവികളെ മൂന്നായിട്ട് തിരിക്കാം. എന്താണ്? ഹെർബിവോർസ്, എന്താ സസ്യങ്ങളെ മാത്രം കഴിക്കുന്നത്. കാർണിവോർസ്, മറ്റു ജീവികളുടെ കൊന്നു തിന്നുന്നവർ. ഇനി ഓംനിവോർസ്, സസ്യങ്ങളും ജന്തുക്കളെയും മറ്റ് മാംസവും കഴിക്കുന്നവരെ നമ്മൾ എന്ത് പറയും? ഓംനിവോർസ് എന്ന് പറയും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി മക്കളെ ടെക്സ്റ്റ് ബുക്കിലെ 1.4 എന്നുള്ള പിക്ചർ നോക്ക്. എന്താണ്? കൂടിയാലും കുറഞ്ഞാലും ആഹാര ശൃംഖല ജാലമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? നമുക്ക് നോക്കാം. ചിത്രത്തിലെ അമ്പടയാളങ്ങൾ ശ്രദ്ധിക്കൂ. ഓരോ ജീവിയും ആരെയാണ് ഭക്ഷണമാക്കുന്നതെന്നാണ് ഈ സൂചിപ്പിക്കുന്നത്. സസ്യങ്ങൾ. പുൽച്ചാടി, പോത്ത്, മാൻ എന്നിവ സസ്യങ്ങളെയാണ് ആഹാരമാക്കുന്നത്. ഓക്കെ, സസ്യങ്ങൾക്ക് നേരെ ആരൊക്കെയുണ്ട് സസ്യങ്ങൾ കഴിക്കുന്നത്? പുൽച്ചാടിയുണ്ട്, കാട്ടുപോത്തുണ്ട്, മാനുണ്ട്. ഇവരെന്തിനാണ് ആഹാരമാക്കുന്നത്? സസ്യങ്ങളെയാണ് ആഹാരമാക്കുന്നത്. പുൽച്ചാടി, കോഴി. പുൽച്ചാടീനെ തിന്നുന്നത് ആരാണ്? കോഴി. ആരെ തിന്നും? പുൽച്ചാടീനെ തിന്നും. ഓക്കെ അല്ലേ? ഇനി കോഴിയോ? കുറുക്കൻ കോഴിയെ പിടിക്കുന്നു. ആര് പിടിക്കും? കോഴിയെ ആര് തിന്നും? കുറുക്കൻ തിന്നും. ഓക്കെ, പിന്നെന്താണ്? കുറുക്കൻ, പോത്ത്, മാൻ ഇവയെല്ലാം വന്യജീവിയായ കടുവയാണ് ഭക്ഷണമാക്കുന്നത്. കുറുക്കനെയും പോത്തിനെയും മാനിനെയും ആര് തിന്നും? കടുവ തിന്നും. അപ്പൊ ഇവിടെയുള്ള ആഹാര ശൃംഖല, ഫുഡ് ചെയിൻ ഏതൊക്കെയാണ്? 3 ഫുഡ് ചെയിൻ ഉണ്ട്. ഒന്ന് പുല്ല്, പുൽച്ചാടി, കോഴി, കുറുക്കൻ, കടുവ. അത് ഒന്നാമത്തെ ഫുഡ് ചെയിൻ. രണ്ടാമത്തെ ആണോ? പുല്ല്, കാട്ടുപോത്ത്, കടുവ. രണ്ടാമത്തെ ഫുഡ് ചെയിൻ. മൂന്നാമത്തെ പുല്ല്, മാൻ, കടുവ. മൂന്നാമത്തെ ഫുഡ് ചെയിൻ. അപ്പോൾ കുറേ ഫുഡ് ചെയിൻ, ഒന്നിലധികം ഫുഡ് ചെയിനും കൂടി ചേർന്നിട്ടുള്ളതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? ഫുഡ് വെബ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നമുക്ക് കുറച്ച് ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതായാൽ എന്താണ് സംഭവിക്കുക? ഈ ആവാസ വ്യവസ്ഥയിൽ നിന്നും കടുവകൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കും? എന്താണ്? കടുവകൾ ഇല്ലാതായി കഴിഞ്ഞാൽ അവ ഭക്ഷണമാക്കുന്നത്. കടുവകൾ ആരൊക്കെ തിന്നുന്നുണ്ട്? മാനിനെ തിന്നുന്നുണ്ട്, കാട്ടുപോത്തിനെ തിന്നുന്നുണ്ട്, കുറുക്കനെ തിന്നുന്നുണ്ട്. എന്നിവയുടെ എണ്ണം എന്താവും? അമിതമായി വർദ്ധിക്കും. കടുവകൾ ഇല്ലാത്തതിനാൽ ഇവയെ വേട്ടയാടാൻ ആരും ഉണ്ടാകുകയില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തെറ്റിക്കും. നോക്ക്, ഇവിടെ ചിത്രം നോക്കാം. കടുവ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ കടുവ കഴിക്കുന്ന മാനിനെ തിന്നും കടുവ, കാട്ടുപോത്തിനെ തിന്നും കടുവ, കുറുക്കനെ തിന്നും കടുവ. ഇവരുടെ എന്താ പോപ്പുലേഷൻ, ഇവരുടെ എന്താ സംഖ്യ കൂടും. അത് നമ്മുടെ പ്രകൃതിക്ക് ദോഷമായിരിക്കും. ഓക്കെ അല്ലേ? ഏതൊക്കെ ജീവികളുടെ എണ്ണമാണ് വർദ്ധിക്കുക? കടുവയുടെ പ്രധാന ഇരകളാണ് ആര്? മാന്, കാട്ടുപോത്ത്, കുറുക്കൻ എന്നിവയുടെ എണ്ണം വൻതോതിൽ വർദ്ധിക്കും. മാനുകളുടെ എണ്ണം കൂടിയാൽ എന്ത് സംഭവിക്കും? അപ്പോൾ അടുത്ത ചോദ്യം എന്താണ്? അപ്പോൾ കടുവ ഒഴിവായി. കടുവ ഇല്ലാത്തത് കൊണ്ട് മാനിന്റെ എണ്ണം വർദ്ധിക്കും, കാട്ടുപോത്തിന്റെ എണ്ണം വർദ്ധിക്കും, കുറുക്കന്റെ എണ്ണം വർദ്ധിക്കും. ഇവിടെ ചോദിക്കുന്നതാണ് മാനിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? എന്താ? മാനുകളുടെ എണ്ണം കൂടിയാൽ അവ ആഹാരമാക്കുന്ന സസ്യങ്ങളുണ്ടല്ലോ, സസ്യങ്ങളെ അവരെന്താക്കും? ധാരാളമായി തിന്നു തീർക്കും. ഇത് വനത്തിലെ പുല്ലും ചെടികളും കുറയ്ക്കാൻ കാരണമാകും. ഓക്കെ, ഓവർ ഗ്രേസിംഗ് പറയും. അപ്പൊ സസ്യങ്ങൾ കുറഞ്ഞാൽ എന്താക്കും? സസ്യങ്ങൾ കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? താമസിയാതെ മാനുകൾക്കും മറ്റു സസ്യഭുക്കുകൾക്കും എന്തോ ഭക്ഷണക്ഷാമം ഉണ്ടാവുകയും അവ എന്താവും? ചത്തൊടുങ്ങുകയും ചെയ്യും. അപ്പൊ എപ്പോഴും പ്രകൃതി എന്ത് ബാലൻസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ മാനിന്റെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ എന്താക്കും? മാനുള്ള പുല്ലെല്ലാം തിന്നും. അപ്പൊ ബാക്കിയുള്ള ജീവികൾക്ക് പുല്ല് തിന്ന് ജീവിക്കുന്ന ജീവികൾക്ക് ജീവിക്കാണ്ടാവും. മാനുകൾക്കും പിന്നെ പുല്ല് കിട്ടാണ്ടാവും. അവരവസാനം എന്താക്കും? ചത്തുപോകും. ഓക്കെ അല്ലേ? ഇനി ഇതിലെന്താ പറയുന്നത്? പ്രകൃതിയിലെ ഓരോ ജീവിക്കും കൃത്യമായ സ്ഥാനമുണ്ട്. ഒന്നില്ലാതായാൽ അത് മറ്റുള്ളവയെ ബാധിക്കും. ഇതിനെയാണ് എന്ത്? ഇക്കോളജിക്കൽ ബാലൻസ് എന്ന് പറയുന്നത്. സന്തുലിതാവസ്ഥ. ഓക്കെ, ഇക്കോളജിക്കൽ ബാലൻസ്. മനസ്സിലായോ?